അപ്പൊ ഇതില് ലക്ഷ്മിയടുത്തി പറഞ്ഞ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഈ പിന്നെ ബർത്ത്ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകൾക്ക്. ഇത് ഞാനും കുറെ കഴിഞ്ഞാണ് മനസ്സിലായത് കേട്ടോ. കാരണം വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സ്വഭാവം ഒന്നുണ്ട്. നേരത്തെ വിദ്യാസാഗർ സാറ് പറഞ്ഞു ഇതൊക്കെ മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു കമന്റ് ഇവിടെ കേട്ടു. അത് എന്താ വെച്ചാൽ പൊതുവെ പുരുഷന്മാരുടെ ഒരു അജണ്ടയിൽ അത് അങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ആളുകളല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതുവരെ ശീലിക്കാത്ത ഒരു കാര്യം രജിസ്റ്റർ ആവുന്നില്ല എന്നാണ്. അത് രജിസ്റ്റർ ആവാതിരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പാണ്. അതായത് പിന്നെ സ്ത്രീകള് അവരുടെ പരിഭവം പിന്നെ അവർക്ക് സങ്കടമായിട്ടാണല്ലോ അവരതിൽ പ്രയാസപ്പെടുന്നത്. ആ സങ്കടത്തിന് പകരം ഭർത്താവിന്റെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന രീതിയിൽ 2 or 3 പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ടില്ലേ പിന്നെ മനസ്സിലാക്കി കൊടുക്കണം. അത് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റുകൾ, ഈ ചെറിയ ചെറിയ നേരത്തെ വീര ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്ക് സന്തോഷിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അതെ, നീലി ഒരു കാര്യം പറയായിരുന്നു എന്റെ അടുത്ത്. ഈ വിവാഹ വാർഷികം ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന 364 ദിവസത്തിനിടയിൽ പിന്നെ ഒരു ദിവസം ഓർത്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ അത് എന്തുകൊണ്ട്? അതാ ഞാൻ ചോദിച്ചത്, അതെന്താ കാരണം? ശ്രദ്ധ കുറവുകൊണ്ടാണോ, ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതിന്റെ കാര്യം തീർച്ചയായിട്ടും അവർ ഈ ഒരു പോയിന്റ് ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് പുരുഷന്മാരുടെ മനസ്സിൽ, അത് മനസ്സിലാക്കാത്ത ആളുകളുടെ മനസ്സിൽ രജിസ്റ്റേർഡ് അല്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നെ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെക്കാൾ, ചെറുതേതാണ് വലുതാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പുരുഷന്മാരുടെ ചിന്തയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു. അപ്പൊ പിന്നെ സാധാരണ രീതിയിൽ ഒരു ശാരീരികമായ അവസ്ഥയും കാര്യം വെച്ച് പുരുഷന്മാര് ചെയ്യുന്ന പോലെ ഓടിച്ചാടി പുറത്ത് നടക്കാൻ ഇപ്പൊ 2 പേരും ഈക്വലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഈവൻ ഭർത്താവിന്റെ നഷ്ടപ്പെട്ട സ്ത്രീകളൊക്കെ അവരെല്ലാം ഇതുണ്ട്. പക്ഷെ പൊതുവെയുള്ള നമ്മുടെ ഒരു അവസ്ഥയിൽ സ്ത്രീകള് കുറേയും കൂടി താരതമ്യേന സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളെ ഏൽപ്പിക്കുകയും പിന്നെ പുരുഷന്റെ അഭിപ്രായത്തിന് വളരെ കഠിനമായ ജോലികൾ തങ്ങൾ ചെയ്യാണ് എന്നുള്ള ഒരു അഭിമാനവും ഇതൊക്കെ ആയിട്ടാണ് പുരുഷന്മാര് നടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലേഡീസ് മൾട്ടി ടാസ്ക് ആണെന്ന് പറയും. അത് സ്ത്രീകൾക്ക് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായ ജോലികളിൽ ഒരേ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ കുക്കിംഗ് ചെയ്യും, കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യും, പിന്നെ കുട്ടികളെ ഒരുക്കി സ്കൂളിലേക്ക് അയക്കും. അത് ജോലി ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ അതിനിടയ്ക്ക് ഓഫീസിലെ കാര്യങ്ങൾ വല്ലതും ചെയ്യാണ്ട് കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യും. പുരുഷന്മാർക്ക് ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിന് പൂർണ്ണമായിട്ട് മുഴുകും. പക്ഷെ അതിനിടയ്ക്ക് ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ജോലി പറഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ മൊത്തം തെറ്റും. അത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെയ്ക്കിന്റെ ഒരു സവിശേഷതയാണ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷന്മാരും മനസ്സിലാക്കാം, ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാരണം പിന്നെ ജീവിതത്തിൽ 365 ദിവസവും ബാക്കി നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ. അതേമാതിരി ഭാര്യയെ സിനിമക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് നീലി പറയാൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. നീലിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സിനിമയോ എന്തെങ്കിലും വിനോദങ്ങൾ പുറത്തു പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. യാത്രയ്ക്ക് കൊണ്ടുപോവുക അല്ലെ, അതൊക്കെ വളരെ കുറെ ദൂരമുള്ള സ്ഥലത്ത് നമ്മൾ കുറെ ദൂരം പോകണമെന്നൊന്നുമല്ല. പക്ഷെ ഒരു ചെറിയ യാത്ര, ഒരു ചെറിയ പിക്നിക്, അങ്ങനത്തെയൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എനിക്കുള്ള ചെറുപ്പകാലത്തില് അതിനൊക്കെയുള്ള മോഹം ഉണ്ടാവും. ആ മോഹങ്ങൾ സാധിക്കാതെ വരുമ്പോ ഞാനൊന്നുമല്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നല്, അതോടൊരു ഡിപ്രഷൻ, ഞാൻ കുട്ടികളെ നോക്കാൻ മാത്രം, ഞാൻ വേറെ ഒന്നിനുമല്ല, വീട്ടു ജോലി ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ആ ഫീലിംഗ് ക്രമേണ ഒരു തെറ്റിദ്ധാരണയായിട്ട് മാറും. ഭർത്താവാണെങ്കിൽ അതൊട്ടും അറിയയില്ല. കാരണം പിന്നെ ചിലപ്പം ഭർത്താവ് ചിന്തിക്കുന്ന വെച്ചാൽ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ ഒരു സാരി അല്ലെങ്കിൽ ഒരു സ്വർണ്ണ മോതിരം, ഇത് ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതിനു പകരം ഞാൻ അവൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തില്ലേ, അത് വാങ്ങിച്ചു കൊടുത്തില്ലേ, അതിന് വലിയ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പിന്നെ സ്ത്രീകളുടെ ഇതില് പുരുഷന്മാരുടെ ചിന്തകളിൽ വരുന്നത്. ആ ചെറുകഥ അല്ലേ, ഗിഫ്റ്റ് വാങ്ങണ എന്ന് പറയുമ്പോഴേ അതെ വളരെ പോയട്രിയുടെ വളരെ പിന്നെ ആകർഷകമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥയാണ്. ശ്രീ സുരേഷ് വാര്യർ പിന്നെ ഇവിടെ പങ്കുവെക്കേണ്ടായി. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതെ നോബൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആ കഥയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന 2 ദമ്പതികള്
പിന്നെ അതില് അവർക്ക് എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മും സ്റ്റെല്ലയാണെന്ന് തോന്നുന്നു. പേര് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ ക്ഷമിക്കുക. പൊതുവെ ഈ പേര് ഞാൻ പറയുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അപ്പൊ സുരേഷ് വാര്യർ പറഞ്ഞ ഈ ദമ്പതികൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പൊ അവർക്കൊരു പരസ്പരം ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയും വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ്. അപ്പൊ അത് കഴിഞ്ഞ് ആ എല്ലാ അവശതകളും മാറ്റി വെച്ചുകൊണ്ട് അവസാനം ഒരു വാർഷികത്തിന് അവർ പരസ്പരം ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ ഗിഫ്റ്റിന് വേണ്ടി കാശ് കണ്ടെത്താൻ വേണ്ടി ഭാര്യ കണ്ടെത്തിയ മാർഗം എന്താന്ന് പറഞ്ഞാൽ, ഭർത്താവ് എപ്പോഴും വളരെയധികം പ്രശംസിക്കുന്ന അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുടി അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അതുകൊണ്ട് കിട്ടുന്ന കാശിന് ഭർത്താവിന്റെ ഒരു റിസ്റ്റ് വാച്ച് ഉണ്ട്, അതിനൊരു പിന്നെ എന്താ പറയാ അതിന്റെ ഒരു സ്ട്രാപ്പ്, ഒരു സ്വർണത്തിന്റെ ഒരു സ്ട്രാപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ച് അതും വാങ്ങിച്ചിട്ട് വീട്ടിൽ വരികയാണ്. ഇതേ സമയത്ത് ഇതേപോലെ തന്നെ ഭർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താനെ ഏറ്റവും അധികം പിന്നെ ഇഷ്ടപ്പെടുന്ന ഭാര്യയുടെ മുടി ചീകി വെക്കാൻ വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ചീപ്പ് അത് വാങ്ങിക്കാൻ വേണ്ടി കാശില്ല. അതെ അതെ, അത് ഒരു ഇത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാച്ച് വിൽക്കുകയാണ് കൊണ്ടുപോയിട്ട്. അപ്പൊ അവസാനം മുടി വിറ്റിട്ട് ഇത് കൊണ്ടുവന്നപ്പോഴും ഭർത്താവിന്റെ കയ്യിൽ വാച്ചില്ല. വാച്ച് വിറ്റിട്ട് പിന്നെ ക്ലിപ്പ് പിന്നെ ചീപ്പ് കൊണ്ടുവന്നപ്പോൾ ഭാര്യക്ക് മുടിയുമില്ല. അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മൾ പരസ്പരം സ്നേഹിക്കുക മാത്രമല്ല, ആ സ്നേഹവും ആശയങ്ങളും പരസ്പരം ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് ശ്രീ സുരേഷ് വാര്യർ ഈ കഥ ഇവിടെ നമ്മളായിട്ട്. പലപ്പോഴും തെറ്റുകൾ പറ്റണ അവിടെയാണ്. ആ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ തുറന്ന് ഭാര്യയാണെങ്കിലും ഭർത്താവിനോട് തുറന്ന് പറയില്ല. പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ കാലങ്ങളില് തുടക്കത്തില്. അതുകൊണ്ടൊക്കെയാണ് ആ സെപ്പറേഷനൊക്കെ ആദ്യ കാലങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത്. കുറെ കാലം കഴിയുമ്പോൾ അത് ശീലാവും. ഇദ്ദേഹം ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത്ര പ്രോബ്ലം ഇല്ല. മറ്റത് എന്തുകൊണ്ട് സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ട നായകൻ എങ്ങനെയാ നായികയോട് പെരുമാറുന്നത്, അങ്ങനെയൊക്കെ പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് പുതിയൊരു നവവധു ഒക്കെ വരുന്നത്. ഇതൊന്നും കിട്ടുന്നില്ല കാണുമ്പോ ഞാൻ തെറ്റുകാരിയാണെന്ന് തോന്നുന്നു അവൾക്ക് തന്നെ. അതാണ്. അല്ല, ഞാൻ പറയാൻ നോക്കായിരുന്നു, അത് ജീവിതത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാർ സിനിമ ഇത്ര ആർത്തിയോടുകൂടി കാണുന്നത്. ആയിരിക്കാം.